ആദ്യം തൃശൂരിലേക്കാണ്. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJPയെ പിന്തുണച്ചതിൽ പാർട്ടിയിൽ നടപടി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിന്റെ 8 അംഗങ്ങളാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. കോൺഗ്രസ് വിമതയായി ജയിച്ച ടസ്സിയെ മുന്നിൽ നിർത്തിയാണ് BJP കോൺഗ്രസ് സഖ്യം ഭരണത്തിലെത്തിയത്. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ UDF വിജയിച്ചതിന് പിന്നാലെ നേതൃത്വം രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, തൃശൂരിലെ പ്രത്യേകിച്ചും മറ്റത്തൂർ പഞ്ചായത്തിലടക്കമുള്ള ഈ രീതിയിലുള്ള മലക്കം മറിച്ചിൽ അല്ലെങ്കിൽ നേരത്തെ എന്താണോ പ്ലാൻ ചെയ്തത് അതിൽ നിന്നും വിഭിന്നമായുള്ള നീക്കങ്ങൾ അതെന്തുകൊണ്ടുണ്ടായി? അതിന്റെ പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയ മറ്റത്തൂർ പഞ്ചായത്തിലാണ്. ഇവിടെയാണ് ഒരു രാത്രി പുലരുമ്പോഴേക്കും കോൺഗ്രസിന്റെ അംഗങ്ങൾ BJPക്കൊപ്പം ചേർന്നുകൊണ്ട് ഒരു സഖ്യം രൂപീകരിക്കുന്നതിലേക്ക് പോയത്. കോൺഗ്രസിന്റെ 8 അംഗങ്ങളും അതോടൊപ്പം തന്നെ ഒരു വിമതയും BJPയോടൊപ്പം ചേർന്നതോടുകൂടി LDFന് ഇവിടെ ഭരണം നഷ്ടമായിരിക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് തീർത്തും ഈ സഖ്യം, അതായത് BJP കോൺഗ്രസ് സഖ്യം പിടിച്ചെടുക്കുന്ന സാഹചര്യമാണുള്ളത്. രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആ സഖ്യത്തിൽ ആൾ വിജയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത്തരം പാറ്റേണിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ UDF ആകട്ടെ DCC ആകട്ടെ ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കുന്നു. പ്രാഥമികമായി DCC ഇതിൽ ഒരു അന്വേഷണം നടത്തി. അതിൽ 2 പ്രധാനപ്പെട്ട ആളുകളാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒന്ന് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TM ചന്ദ്രൻ, അതോടൊപ്പം തന്നെ ഈ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി. ഇവർക്കെതിരെ ഇപ്പോൾ കോൺഗ്രസിന്റെ നടപടി പുറത്തു വന്നിരിക്കുന്നു. KPCCയുടെ നടപടി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. അവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു. മറുവശത്താകട്ടെ LDF ഈ പഞ്ചായത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബോർഡടക്കം ഈ പഞ്ചായത്തിന് മുന്നിൽ LDF സ്ഥാപിച്ചിരിക്കുന്നു. താമരയിൽ വിരിഞ്ഞിരിക്കുന്ന കൈപ്പത്തി, താമരയാണ്, താമര ചിഹ്നത്തിൽ കൈപ്പത്തി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. അതായത് ഇവിടെ ഉണ്ടായിരിക്കുന്ന തീർത്തും ഈ സഖ്യം തന്നെയാണ്. ആ അട്ടിമറി തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള പ്രചാരണ ബോർഡുകളടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് DYFIയുടെ ബോർഡ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ്, അതായത് RSS എന്ന് പറയുന്ന ബോർഡ്, മറ്റത്തൂരിൽ കോൺഗ്രസ് ജനതാ പാർട്ടി എന്ന തരത്തിൽ ബോർഡുകളടക്കം സ്ഥാപിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് മുന്നിൽ ഇവിടെ നടന്നത് കുതിരക്കച്ചവടമാണെന്ന് തുറന്നു കാട്ടാനുള്ള ശ്രമത്തിലാണ് LDF ഉള്ളത്. എന്തായാലും BJPയെ സംബന്ധിച്ച് അവർക്കൊരു അട്ടിമറി നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. ഈ UDFന്റെ 8 മെമ്പർമാരെയാണ് അടർത്തിയെടുത്തത്. അതോടൊപ്പം തന്നെ ഒരു വിമതയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഭരണം പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വോട്ടെടുപ്പാണ് പുരോഗമിക്കുന്നത്. അവിടെയും ഈ UDF BJP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന നൂർജഹാൻ നവാസാണ് അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. LDFന്റെ വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്ന ബിന്ദു മനോജ് കുമാറാണ്. 8 സീറ്റുകളാണ് UDFനുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 2 വിമതർ. ഇതിൽ ഒരു വിമതന്റെ പിന്തുണ LDFനും ഒരു വിമതന്റെ പിന്തുണ UDFനും ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് 4 BJPയുടെ അംഗങ്ങൾ കൂടി ഇവരെ പിന്തുണച്ചിരിക്കുന്നത്. എന്തായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ അട്ടിമറിയിലൂടെ സഖ്യം അധികാരം പിടിക്കുന്ന സാഹചര്യമാണ് മറ്റത്തൂരിലുള്ളത്. എന്തായാലും സംഘർഷ സാധ്യത അടക്കം ഒഴിവാക്കുന്നതിന് വലിയ പോലീസ് വിന്യാസം അടക്കം ഈ മേഖലയിൽ നടത്തിയിട്ടുമുണ്ട്. പ്രജിൻ, സൂരജ്, അതോടൊപ്പം തന്നെ എന്താണ് ഇതിപ്പോൾ ഈ നടപടി നേരിട്ടിരിക്കുന്നവർ? അത് ചില്ലറക്കാരിലെ DCC ജനറൽ സെക്രട്ടറി ഉണ്ട്, TM ചന്ദ്രനുണ്ട്, മണ്ഡലം പ്രസിഡന്റ് ഷാഫി പറമ്പിലുണ്ട്. ഇവരൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പാർട്ടി കോൺഗ്രസ് ഇതിൽ കാണുന്ന കാര്യങ്ങൾ? അതോടൊപ്പം തന്നെ എപ്പോഴാണ് ഈ BJPയുമായി ഇങ്ങനെയൊരു ഡീൽ ഇവർ ഉറപ്പിച്ചത് എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ളൊരു പ്രാഥമിക വിവരം കോൺഗ്രസിന് അവിടെ പ്രാദേശികമായി ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടോ? പ്രജിൻ, എന്തായാലും അതായത് ഇന്ന് നേരം പുലരുന്നത് വരെ ഇവർ കോൺഗ്രസ് അംഗങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ചേട്ടൻ എന്താ പറയാനുള്ളത്? അതായത് ഇവര് ബിജെപിയുടെ പ്രവർത്തകരാണ്. അവർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട് എന്നുള്ളതാണ് പ്രജിൻ പറയുന്നത്. 24 റിപ്പോർട്ട് ചെയ്തത് തീർത്തും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കോൺഗ്രസുമായിട്ട് BJP യാതൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് 8 മെമ്പർമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചാൽ അവർ പിന്നെ കോൺഗ്രസുകാരല്ല, അവർ സ്വതന്ത്ര പഞ്ചായത്ത് മെമ്പർ, അവർ സ്വതന്ത്രരാണ്. ആ സ്വതന്ത്രരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർ ഇന്ന് രാവിലെ വരെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ആളുകൾ. അവർ ഇന്നലെ കോൺഗ്രസ് ആയിരുന്നിരിക്കാം. അവര് ഇന്നലെ കോൺഗ്രസ് ആയിരിക്കാം. BJP വോട്ട് ചെയ്ത് കോൺഗ്രസിന്റെ കൈപ്പത്തിയും
BJP-യും ഒരുമിച്ച് നിന്ന് വീണ്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതാണ് പ്രജിൻ, അതായത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്, ഇപ്പോൾ ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട വൈസ് പ്രസിഡന്റ് ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നൂർജഹാൻ നവാസാണ് ജയിച്ചിരിക്കുന്നത്. BJP-യുടെ അംഗങ്ങളുടെ അടക്കം 4 വോട്ടുകൾ, BJP-യുടെ 4 വോട്ടുകളും ഈ നൂർജഹാൻ നവാസിന് ലഭിച്ചിരിക്കുന്നു. BJP-യുടെ 4 അംഗങ്ങളുടെയും ഈ വോട്ട് ലഭിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നൂർജഹാൻ നവാസ് ജയിച്ചിരിക്കുന്നത്. എന്തായാലും BJP പ്രവർത്തകർ ഇത് സംബന്ധിച്ച് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.